ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ടൈറ്റിലിനകത്ത് കണ്ടു കാണും, ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും ഗോവയിലേക്കോട്ട് ഒരു യാത്ര പോവാണ്. റോഡ് ട്രിപ്പാണ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം ന്യൂ ഇയറിനും ഗോവയിലുണ്ടായിരുന്നു, നോർത്ത് ഗോവയിലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ നെക്സ്റ്റ് 2025 ന്യൂ ഇയറിന് ഞങ്ങൾ ഗോവയിലുണ്ട്. ഞങ്ങളിപ്പം 2025 ന്യൂ ഇയറിന് സൗത്ത് ഗോവയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൗത്ത് ഗോവ സ്പെസിഫിക്കലി എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലലമിലേക്കോട്ട്. അപ്പം ഈ വീഡിയോയിൽ ഞങ്ങൾ ബാംഗ്ലൂർ ടു ഗോവ നിങ്ങൾക്ക് റോഡ് വഴി ഏതാണ് ഏറ്റവും ഷോർട്ടസ്റ്റും പിന്നെ ഏറ്റവും നല്ല റോഡും. ഇപ്പം ഞങ്ങൾ കുറേ റിസർച്ചൊക്കെ ചെയ്തു. അപ്പോൾ അതിനകത്തുനിന്ന് കുറേ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ റോഡിൻ്റെ ഒക്കെ കണ്ടീഷൻസ് ഒക്കെ മോശമാണ്. അപ്പം നല്ല റോഡിൽ അവോയ്ഡിങ് ആസ് മച്ച് ആസ് ഘാട്ട് ആസ് പോസിബിൾ ഒരു നേരെ റോഡ് കിട്ടി ഗോവ, അതായത് പാലലം, സൗത്ത് ഗോവ സ്പെസിഫിക്കലി ഏത് റൂട്ട് എടുക്കാം ആ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഗോവയിൽ പോയത് ബസ്സിലാണ് അല്ലെ, ഐരാവത് ബസ് പിടിച്ചിട്ടാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പോയത്. പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം റോഡ് വഴി കാർ എടുത്തുകൊണ്ട് നമ്മുടെ XUV എടുത്തുകൊണ്ടാണ് ഗോവക്ക് പോകുന്നത്. അത് വേറൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പം മീഡിയയിലൊക്കെ ഉണ്ട് ഗോവയിൽ ടൂറിസം കഴിഞ്ഞു, ഗോവയിൽ അത്ര ഒന്നും ഇപ്പം ആൾക്കാർ വരുന്നില്ല, ടൂറിസ്റ്റ് ഒന്നും വരുന്നില്ല. അപ്പം അത് കുറേയൊക്കെ ശരിയാണ്. ഇപ്പം ഞങ്ങൾ നോക്കിയപ്പം ഒരു മാസം മുന്നേ വരെ നല്ല കത്ത് റേറ്റ് ആയിരുന്നു കേട്ടോ. ഈ ന്യൂ ഇയർ സമയത്ത് ഞങ്ങൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ December 27 തൊട്ട് Jan 3 വരെയാണ്. അപ്പം അതിൻ്റെയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ പതുക്കെ ഈ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞുതരാം. എന്നാൽ പിന്നെ നേരം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്കായിട്ട് കിടക്കാം. എൻ്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും വന്നു, അതായത് ടുംകൂർ വഴിയാണ്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിലൊക്കെ കാണാം. ഞങ്ങൾ ടുംകൂർ, അതായത് നെൽമംഗല, ടുംകൂർ, ഗോർഗുണ്ടപാല്യ ആ റോഡാണ് എടുത്തത്. സോറി. അപ്പം നമുക്ക് ഏകദേശം കാണിച്ചതെന്ന് വെച്ചാൽ 600 കിലോമീറ്റേഴ്സ് ആണ് കേട്ടോ. അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഈ സൗത്ത് ഗോവ പാലലം വരെ 600 കിലോമീറ്റേഴ്സാണ് കാണിച്ചത്. അപ്പം അതിൻ്റെ ടോട്ടൽ അവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചത് റഫ്ലി 9.5 hours. അത് രാവിലെ ആയതുകൊണ്ട് 9.5 hours കാണിച്ചു. ഇനിയിപ്പോൾ അത് എന്തുമാത്രം കൂടുകയോ കുറയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് നമുക്ക് പറഞ്ഞുതരാം. റോഡിനകത്ത് ട്രാഫിക് ഉണ്ട്, ഇഷ്ടംപോലെ ട്രാഫിക് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയണമെങ്കിൽ പോയവർക്കറിയാം. പക്ഷേ ഈ റൂട്ടിൽ കുറേ ട്രക്സ് ഉണ്ട്. നമ്മളിപ്പോൾ നാട്ടിൽ പോകുന്നത്, അതായത് നമ്മളിപ്പം സേലം വഴി പോകാന്നെങ്കിലോ അല്ലെങ്കിൽ മൈസൂർ പോകാന്നെങ്കിലോ ഇത്രമാത്രം ട്രക്സ് നമുക്ക് കാണാൻ കിട്ടത്തില്ല. ഇത് കുറേ ട്രക്സ് ഉണ്ട്. അന്നും സേലം വഴിയൊക്കെ പോകുന്നെങ്കിൽ അത്യാവശ്യം ട്രക്സ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇത് ഇച്ചിരി എക്സ്ട്രാ കൂടുതൽ വേണമെങ്കിൽ പറയാം. നമ്മുടെ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മാപ്പിൽ കാണാം. നമ്മുടെ മെയിൻ റൂട്ട് എന്ന് പറയുന്നത് ബാംഗ്ലൂർ, ടുംകൂർ, ചിത്രദുർഗ, എന്നിട്ട് നമ്മൾ നേരെ പോയിട്ട് ഹുബ്ബാലി വഴി, അതായത് പിന്നെ തലഹാട്ടി ഘാട്ടും, പിന്നെ നേരെ നമ്മൾ പോകുന്നത് കാർവാർ, പിന്നെ ഗോവ. അപ്പം ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്നും പോകുന്നവർ മോസ്റ്റ്ലി ഇപ്പം മാപ്പിൽ കാണാം. ഞാനൊരു ഡീവിയേഷൻ കാണിച്ചു തരാം. അവർ താഡാസ് വഴി പോകും. ഒന്ന് താഡാസ് വഴിയുണ്ട്, ഒന്ന് ബങ്കാപുര വഴിയുണ്ട്. ബങ്കാപുര എന്നാണ് തോന്നുന്നു പറയുന്നത്. ബങ്കാപുര വഴിയുണ്ട്. അപ്പം ഇതെല്ലാം ദാവൻഗരയ്ക്ക് മുമ്പായിട്ടാണ് വരുന്നത്. അപ്പം നമ്മളിപ്പം തിംകൂർ ക്രോസ് ചെയ്തതേ ഉള്ളൂ. അപ്പം ഈ 2 ഡീവിയേഷൻസ് ഇപ്പം കാണുന്ന മാതിരി താഡാസ് വഴി പോയാലും ബങ്കാപുര വഴി പോയാലും നിങ്ങൾക്ക് ഹൂബ്ലി ബൈപ്പാസ് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ താഡാസ് റൂട്ടും ഈ ബങ്കാപുര റൂട്ടും റോഡും ഫുൾ മോശമാട്ടോ. നമ്മളപ്പം ഇത് ഗുയിലാലു ടോൾ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് വന്നു ടോൾ കൊടുത്തു. അപ്പം ന്യൂ ഇയറിൻ്റെ സമയമാണ്. അപ്പം ട്രാഫിക് നല്ലോണം ഉണ്ട് കേട്ടോ. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഗോവയിലേക്കോട്ട് പോകാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ടൂറിസം ഡെഡൊക്കെ ആണെങ്കിലും എനിക്കൊന്ന് ബാംഗ്ലൂർ, മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കും കൂടുതൽ പേരൊക്കെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് റോഡ് വഴിയൊക്കെ ട്രാഫിക് അത്യാവശ്യം ഉണ്ട് ഈ സമയത്ത്. ഇന്ന് ഫ്രൈഡേയും കൂടെ, അപ്പം നാളെ ഇതിനെക്കാട്ടി കാണാൻ വഴിയുണ്ട്. പിന്നെ ഗോവ പോകാൻ വേറൊരു വഴിയും കൂടെ ഉണ്ട്. അതായത്
ബാംഗ്ലൂരിൽ നിന്നും വരുവാണെങ്കിൽ പുതിയതായിട്ട് ഓപ്പൺ ആയ ഒരു ബൈപ്പാസ് റോഡുണ്ട്. അതായത് നമുക്ക് നേരെ നെൽമംഗലം ഒന്നും സിറ്റി ത്രൂ പോകാതെ, അതായത് ഇത് വൈറ്റ് ഫീൽഡും വരത്തൂരും ഒക്കെ പോകുന്നവർക്ക് ഇച്ചിരി കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അവർക്ക് സിറ്റിയിലൊന്നും പോവാതെ, സിറ്റി കയറാതെ ഈ പുതിയ ഹൈവേ വഴി ബൈപ്പാസ് ചെയ്തിട്ട് നേരെ നെൽമംഗല കഴിഞ്ഞ് ഒരു സ്ഥലത്തെത്തും. ഞാൻ അതിൻ്റെ മാപ്പും കൂടെ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം സ്ക്രീനിൽ. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിറ്റിയിൽ നിന്ന് വെളിയിലിറങ്ങാൻ ഉപയോഗിക്കാം. പക്ഷേ അല്ലെങ്കിൽ ഗോവ പോകാൻ നിങ്ങൾക്ക് ഇപ്പം നേരത്തെ ഞാൻ കാണിച്ച റൂട്ട് തന്നെയായിരിക്കും ബെസ്റ്റ്. പിന്നെ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കി വെച്ചോണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന വഴിക്ക് ഓപ്ഷൻസ് അത്യാവശ്യം ഉണ്ടെങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ A to B ഉണ്ട്, പിന്നെ കാമത്തുണ്ട് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ഈ പറഞ്ഞ പോലെ വളരെ കുറവാണ് കേട്ടോ. നമ്മൾ ഒരു 7 മണി തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് നോക്കുന്നുണ്ട്. മേ ബി ആ സമയത്തൊന്നും A to B കാണിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അപ്പം A to Bയുടെ ടൈമിംഗ് ഒക്കെ 7:30 ആയതുകൊണ്ടായിരിക്കണം രണ്ടാമത് അവർ കാണിച്ചത്. അതുകൊണ്ട് നേരത്തെ നോക്കി വെച്ചാൽ മിസ്സാവാതെ നല്ല സ്പോട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നാണെങ്കിൽ നല്ല ഭയങ്കര റഷായിരുന്നു. ഈ ഗോവക്ക് പോകുന്ന തന്നെയാണോ, വേറെ റൂട്ടുണ്ടോ? ഈ പൂനെ പിടിക്കുന്നവരും ആയിരിക്കും. KA വണ്ടികളാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. MH വണ്ടികളും ഉണ്ടായിരുന്നു. KL ഭയങ്കര കുറവാണ് കണ്ടത്. നമ്മളിപ്പോൾ ആക്ച്വലി ചിത്രദുർഗ എത്തി കേട്ടോ. നിങ്ങൾ ചിത്രദുർഗ എത്താറാകുമ്പം ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ വിൻഡ്മിൽസ് ആണ്. പക്ഷെ നിങ്ങൾക്കിപ്പം കാണാം, മഞ്ഞ് കാരണം ഒരു വിൻഡ്മിൽ പോലും കാണുന്നില്ല. മൊത്തം കവറാണ്. നമുക്ക് വിൻഡ്മിൽസിൻ്റെ പൊടി പോലും കാണാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം മഞ്ഞാണ്. അപ്പം ഈ കാണുന്ന നേരെ റോഡ് കണ്ടില്ലേ, ഹൊസ്പേട്ട്, ദാവൻഗര, ചിത്രദുർഗ. ഹൊസ്പേട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹംപി പോകുന്ന റൂട്ട്, നമ്മളെ റെയിൽവേ സ്റ്റേഷൻ. യെസ്. ഓ എന്തൊരു മഞ്ഞ, ഭയങ്കര മഞ്ഞ. താപ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിത്രദുർഗ പോകുന്നത്. നമ്മളിപ്പം അതിനെ ബൈപ്പാസ് ചെയ്ത് ചിത്രദുർഗ കയറാതെ നമ്മൾ ദാവൻഗര നമുക്ക് 78 കിലോമീറ്റർ. അപ്പം നമ്മളുടെ അടുത്ത മെയിൻ ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം വരാൻ പോകുന്നത് വെച്ചാൽ ദാവൻഗരയാണ്. ദാവൻഗര കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞ ഈ ബങ്കപുരയും താടാസും ഒക്കെ വരുന്നത്. അപ്പം വീഡിയോ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഇതിന് റൂട്ടിനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, എങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. നിങ്ങൾ അഥവാ ഘാട്ടൊക്കെ അവോയ്ഡ് ചെയ്ത് നല്ല റൂട്ടിൽ പോകണമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇല്ല നിങ്ങൾക്ക് ഫോറസ്റ്റ് ത്രൂ പോകണം, ഇച്ചിരി ഫോറസ്റ്റൊക്കെ കിട്ടണം, ഒരിച്ചിരി ഓഫ് റോഡിങ് ഒക്കെ ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് താടാസോ ബങ്കപുര റൂട്ട് എടുക്കാം. അതിൻ്റെ കുറേ വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കഴിവതും നിങ്ങൾ ഈ ബങ്കപുര ആയാലും ഈ താടാസ് റൂട്ട് ആയാലും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കഴിവതും രാത്രിയിൽ ഈ 2 റൂട്ടും, രാത്രിയിലാണ് പോകുന്നെങ്കിൽ ഈ 2 റൂട്ടും പോകാതെ നിങ്ങൾ ഹൂബ്ലി വഴി പോകുന്നതായിരിക്കും ഇച്ചിരി കൂടി സേഫറും, വണ്ടിക്ക് നല്ലതും നിങ്ങൾക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഈ പോകുന്ന വഴി, അതായത് ഈ താടാസും ബങ്കപുര ഷോർട്ട് കട്ടുള്ള റൂട്ടിലുണ്ടല്ലോ, ലൈറ്റ് എന്ന് പറയുന്ന കാര്യമില്ല. കുണ്ടും കുഴിയും വില്ലേജ് റൂട്ടും ഒറ്റ സിംഗിൾ ലൈൻ റോഡും കാടുവാണ്. അപ്പം നിങ്ങളതിനെ ഒന്ന് സൂക്ഷിച്ചൊക്കെ ഓടിക്കുക. ഇപ്പം നമുക്ക് കാണാം, അതുകൊണ്ട് മഞ്ഞിലൊരിച്ചിരി കാണാൻ കിട്ടുന്നോന്ന് അറിഞ്ഞൂടാ, നമുക്ക് കണ്ണിലിച്ചിരി കാണാൻ പറ്റുന്നുണ്ട്. വിൻമിൽ ഫാംസ് ഇത് ഫുള്ള് കുന്നിന്റെ മണ്ടയ്ക്ക് അവിടെയും കാണാം, അവിടെയും ഉണ്ട് വിൻമിൽ ഫാംസ്. ഇത് പണ്ട് തൊട്ടേ ഉണ്ട്, ഓൾമോസ്റ്റ് ഒരു 7-8 years ആയിട്ട് ഞങ്ങൾ ഇതുപോലത്തെ ഒരു വിൻമിൽ ഫാം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ കുന്നിന്റെ മണ്ടയ്ക്ക്. ഇത് ചിത്രദുർഗയിലെ ഐക്കൺ എന്ന് വേണമെങ്കിൽ പറയാം. ചിത്രദുർഗ എത്താറായി അല്ലെങ്കിൽ ചിത്രദുർഗ വിടുകാറായി എന്ന് പറയുമ്പോൾ ഇതാണ്. പിന്നെ ഈ ഒരു റൂട്ട്, അതായത് ഈ മലേൻ്റെ നടുക്കുവന്ന് ഈ ലോറിക്കാർ എപ്പോഴും ഇവിടെ സ്ഥിരം നിർത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഏതാണ്ടൊക്കെ ഷൂട്ടിങ് നടന്നിട്ടുണ്ട്, 1-2 പിക്ചറിൻ്റെ. അപ്പം ഇതൊരു ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു ഹാഫ് വേ കഴിഞ്ഞെന്നുള്ളൊരു മട്ട കണ്ടില്ലേ, 350 ഓൾമോസ്റ്റ് 347 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ബോർഡ് വന്നു, നിങ്ങൾ സൈൻ ബോർഡ് കണ്ടെന്ന് വിചാരിക്കുന്നത്. അതിനകത്ത് 400 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ നമുക്ക് 400 ആവത്തില്ല. ഗോവ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൗത്ത് ഗോവയാണ് പോകുന്നത്. നമ്മളങ്ങനെ ദാവൻഗര ടോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ട്രാഫിക് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. വെയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ചു തുടങ്ങിയിട്ടുണ്ട്.
9:30 സമയം. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 3.5 hours 4 hours കൂട്ടിക്കും അല്ലേ ഓൺ റോഡ് കുറേ അടുത്തുണ്ടല്ലോ ഇങ്ങനെ പൊളിച്ചിട്ടിട്ടുണ്ട്. ഹൈവേ വരാൻ ഉള്ള ഇതിലാണ്, അതായത് റോഡ് ഇച്ചിരി നല്ലതാക്കാൻ. പക്ഷെ കുറേ അടുത്തുണ്ട് കേട്ടോ, ഒരു 10 അടുത്തെങ്കിലും ഇങ്ങനെ, ഇതുവരെ 10 അടുത്തെങ്കിലും ഇങ്ങനെ അവർ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏത് കാലത്ത് ഇതാവുമെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷേ റോഡിൻ്റെ കണ്ടീഷൻ ഇതാണ് മേജർ ഹൈവേ ആണ്. അപ്പം എല്ലായിടത്തും ഒന്നുമില്ല, ഇച്ചിരി ദൂരങ്ങൾ, മേ ബി ഒരു ലെസ് ദാൻ 500 meters ഒക്കെ ഇങ്ങനെ ഇച്ചിരി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇത് വലിയ റോഡ് വരാനാ? ഇത് വലിയ റോഡ് ആക്കാനുള്ള പരിപാടിക്ക് അവർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കണ്ട ഈ സൈഡിൽ കൂടെ പോകുന്ന റോഡായിരുന്നു ബങ്കാപുര നമ്മൾ പോകുന്നത്. അപ്പം ഈ റോഡിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈപ്പാസ് ചെയ്ത്, അതായത് ഹൂബ്ലി പോകാതെ, ഞാൻ പറഞ്ഞു റോഡ് മോശമാണ്, അത് ഈ റോഡാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി കൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് താഡാസ് കിട്ടും. താഡാസ് റൂട്ടും ഞങ്ങൾക്ക് നിങ്ങളെ പതുക്കെ കാണിച്ചു തരാം. ഇപ്പം മാപ്പിൽ നിങ്ങൾക്ക് കാണാം ബങ്കാപുരയിൽ ടേണിങ് ചെയ്യുന്ന ഡീവിയേഷൻ. ഞങ്ങളങ്ങനെ ഹാവേരി എത്തി. ഇനിയും 80 കിലോമീറ്റേഴ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൂബ്ലി എത്തും. അപ്പം ഹൂബ്ലി നമ്മൾ ടച്ച് ആവുന്നില്ല. ഹൂബ്ലി ബൈപ്പാസ് കൂടെ തന്നെ നമുക്ക് പിന്നെ താപ്പോട്ട് വരണം. അതായത് നമ്മൾ മേപ്പോട്ട് പോകും, ഹൂബ്ലി വഴി മേപ്പോട്ട് പോയിട്ട് പിന്നെ താപ്പോട്ട് വരും. താഡാസും ബങ്കാപുരം താഴെ. അപ്പം ഇച്ചിരി ഇതാണ്, പക്ഷേ നമുക്ക് നല്ല റോഡിന് വേണ്ടിയിട്ടാണ് ഇത് പണി ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഹാവേരി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഹൂബ്ലി ബൈപ്പാസിൽ നിന്നായിരിക്കും നമ്മൾ ഇനിയിപ്പം പോകാൻ പോകുന്നത്. ഇവിടെയാണ് ഡീവിയേഷൻ താഡാസിലേക്കോട്ട് പോകാൻ. ഇപ്പം മാപ്പ് നിങ്ങൾക്ക് കാണാൻ വരുന്നു, താഡാസ് വരുന്നു. അപ്പം ഇതാണ് താഡാസ് റോഡ് കേട്ടോ. താഡാസ് വേണമെങ്കിൽ ഈ വഴി പോയാൽ നിങ്ങൾക്ക് താഡാസ് വഴി പോകാം. മാപ്പിൽ നിങ്ങൾക്കിപ്പം കാണാം. അപ്പം നമ്മളിപ്പം ഹൂബ്ലി ബൈപ്പാസിലേക്കോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഹൂബ്ലി ബൈപ്പാസ്. മേളിൽ കയറാതെ ഇപ്പം മാപ്പിൽ നിങ്ങൾക്ക് കാണാം. ഇത് നമ്മളെ ഹൂബ്ലി സിറ്റി ടച്ച് ആവാതെ നമ്മളിപ്പം ഈ NH 66 മെർജാവും. നമ്മളിപ്പോൾ ഇത്രയും നേരം വരുന്നത് 48-ലാണ്. അപ്പം ഈ 48 ഇപ്പം വിട്ടിട്ട് നമ്മൾ, എനിക്ക് തോന്നുന്നു 66 ആണോ ഞാൻ പറയാം ഒരു 2 മിനിറ്റിൽ. പക്ഷെ നമ്മളിപ്പോൾ ഈ ബൈപ്പാസ് എടുത്തിട്ട് സിറ്റി ടച്ച് ആവാതെ, ട്രാഫിക് ഒന്നും കിട്ടാതെ നമ്മൾ മറ്റ് ഹൈവേയിലേക്കോട്ട് പോവുക. മറ്റ് ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഹൈവേ ഇപ്പം കലഹാട്ടി ആ ഒരു ഹൈവേയിലേക്കോട്ട് പോവുക. ഇപ്പം താഡാസും ബങ്കാപുര റോഡ് എടുത്തിരുന്നെങ്കിൽ വരുന്ന വഴി തന്നെ. പക്ഷെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, നല്ല ഹൈവേ, നല്ല റോഡ്, ഒരു പ്രശ്നവും ഇല്ല. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം അങ്കോള പൂനെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടച്ചാവാതെ പോകുന്ന വഴി. ഇതാണ് നമുക്ക് മെയിൻ ഡീവിയേഷൻ. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഈ റൂട്ട് എടുക്കാത്തതെന്ന് വെച്ചാൽ ഇതൊരു 30 to 40 കിലോമീറ്റർ എക്സ്ട്രയാണ്. പക്ഷേ നിങ്ങൾ കണ്ടല്ലോ, റോഡെല്ലാം നല്ല അടിപൊളി ബട്ടറിന് മാതിരിയുള്ള റോഡ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ട്രാഫിക് ഇല്ല. കലഹട്ടി വരെ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ അത്ര ട്രാഫിക് ഒന്നുമില്ല. റോഡിൻ്റെ കണ്ടീഷൻ നിങ്ങൾ കണ്ടു. നമ്മളപ്പം ഇവിടുന്ന് നമുക്ക് 180 കിലോമീറ്റേഴ്സാണ്. ഇതിപ്പം നമ്മളിപ്പോൾ സ്റ്റേറ്റ് ഹൈവേയിലോട്ട് മേർജായി. പക്ഷേ നല്ല റോഡാണ് കേട്ടോ. ഇതുവരെ നമ്മൾ ആ നേരത്തെ കണ്ട റോഡിൽ നിന്നും ഇപ്പം സ്റ്റേറ്റ് ഹൈവേയിലോട്ട് മേർജായി. നല്ല റോഡ്. ഇതുവരെ കുണ്ടും കുഴിയൊന്നും കിട്ടിയിട്ടില്ല. 180 കിലോമീറ്റേഴ്സ്. നമ്മളിപ്പോൾ സമയം കാണിക്കുന്നത് 3:28 ആണ്. നേരത്തെ നമുക്ക്
അവിടുന്ന് വിടാൻ നേരത്തെ നമ്മൾ 3:00 3:15 സംതിങ് ആയിരുന്നു. പക്ഷെ നമ്മൾ കുറേ അടുത്ത് നിർത്തി ഒരിടത്തൊക്കെ ചായയൊക്കെ കുടിച്ചൊക്കെയാണ്. അപ്പം നമുക്ക് ഇച്ചിരി സമയം കൂടിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് എത്തുമ്പോൾ പറയാം എത്ര സമയം ആവുന്നുണ്ട്. തൽക്കാലം റോഡിൻ്റെ കണ്ടീഷൻ, ഈ ഹുബ്ലി വഴി വന്ന റോഡിൻ്റെ കണ്ടീഷൻ നല്ല റോഡ്. ഇതുവരെ എവിടെയെങ്കിലും കുണ്ടും കുഴിയും ഉണ്ടെങ്കിൽ നിങ്ങളെ ആ സ്ട്രെച്ചൊക്കെ ഞാൻ കാണിക്കാം. തൽക്കാലം ഒന്നുമില്ല. നമ്മളിപ്പം കാലാഹാട്ടി യെല്ലാപ്പൂരിലേക്കോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇതാണ് ഘാട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ചെറിയൊരു ഘാട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വളവ് റോഡ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷേ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ റോഡിൻ്റെ കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി നല്ല റോഡാണ് കേട്ടോ. റോഡിന് ഒരു പ്രശ്നമില്ല. ഇപ്പം മോഷൻ സിക്നെസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതുവരെ ഈ റൂട്ട് നല്ലതാണ്. ഇതുവരെ ഒരു പ്രശ്നമില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വില്ലേജസ് വരുന്നുണ്ട്, ചെറിയ കുഞ്ഞു കുഞ്ഞു വില്ലേജസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ വലിയ റോഡാ, ഹൈവേ റോഡാ. ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ്. പിന്നെ നിങ്ങൾക്ക് കാണാമല്ലോ നടുക്ക് വൈറ്റ് ലൈൻ ഇട്ടിട്ടുണ്ട്, നോ ഓവർടേക്കിംഗ്. അപ്പം പതുക്കെ വേണം പോകാൻ ഇവിടെ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറെ ലോറികളുണ്ട്. ലോറികൾ ഇഷ്ടം പോലെ ലോറികളുണ്ട്. അവരുടെ ഡ്രൈവിംഗും അത്ര വലിയ ഇവിടെ ഇച്ചിരി കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യണം. ലോറികള് കയറ്റമൊക്കെയാണ്, നല്ല സ്പീഡിലൊക്കെയാണ് വരുന്നത്. അപ്പം ഒന്ന് സൂക്ഷിച്ചൊക്കെ ഓടിക്കണം. ഞങ്ങളങ്ങനെ യെല്ലാപ്പൂർ എത്തി കേട്ടോ. യെല്ലാപ്പൂർ എത്തിയിട്ട് ഇപ്പം നമ്മൾ ഒരു അടുത്ത് കഴിക്കാൻ പോവുക. ഞങ്ങളിപ്പം കോസ്റ്റൽ ക്രൗൺ ഗ്രാൻഡ് ചെയ്ത ഹോട്ടലിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. പിന്നെ ഫോട്ടോയും ഇപ്പം കാണിച്ചു തരാം. ഇവിടെ നീർദോശയും ചിക്കൻ കറിയും പറഞ്ഞു, 2 ചപ്പാത്തിയും പറഞ്ഞു, പിന്നെ ഫ്രഷ് ലൈം സോഡയും പറഞ്ഞിട്ടുണ്ട്. ലഞ്ചിനുണ്ട് അത്യാവശ്യം നമുക്ക് ധാരാളം. നല്ല റേറ്റിംഗ് റിവ്യൂ ആയിരുന്നു. കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം നിങ്ങൾക്ക് ഇവിടെ വരണ്ടായിരുന്നു. യെല്ലാപ്പൂരില്ല, റോഡ് സൈഡിൽ തന്നെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ പാർക്കിംഗ് നല്ല വാഷ്റൂം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറിയത്. അതിന് റിവ്യൂ ഒക്കെ പറഞ്ഞുതരാം. പിന്നെ ഹോട്ടലിൽ നല്ലതായിരുന്നു അല്ലേ? ഞങ്ങള് നീർദോശയും ചപ്പാത്തി ഓർഡർ ചെയ്തു വിത്ത് ചിക്കൻ കറി. നല്ലായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, വൃത്തി ഉണ്ടായിരുന്നു. വാഷ്റൂമും നല്ല വൃത്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും ഡീവിയേഷൻ എടുത്ത് നിർത്തണമെങ്കിൽ നിർത്താൻ പറ്റിയ സ്പോട്ട് തന്നെയാണ്. ഞങ്ങളപ്പം അങ്ങനെ കഴിച്ച് യെല്ലാപ്പൂരിൽ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ ഓൺ ദ വേ ആണ് ടു പാലലം, സൗത്ത് ഗോവ. അപ്പം ഇപ്പം ഡിസ്റ്റൻസ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 112 കിലോമീറ്റേഴ്സ്. കാണിക്കുന്ന സമയം 4 മണി. അപ്പം നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് വേണമെങ്കിൽ പറയാം ഒരു 30 മിനിറ്റ്സോളം നമുക്ക് എക്സ്ട്രാ ആയി കഴിക്കാൻ പോകുന്നതിന് നമ്മൾ അത്ര എടുത്തിരുന്നു. ഘാട്ടൊക്കെ എത്രയാണ് കേട്ടോ ഇവിടെ. നിങ്ങൾ ഈ കാണുന്ന ഈ ഇറക്കം മാത്രമേ ഉള്ളൂ ഘാട്ട് സെക്ഷന്. പിന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ചിലപ്പം തിരിച്ചു വരുമ്പം കയറുമ്പം ഇച്ചിരി സൂക്ഷിച്ചൊക്കെ കയറേണ്ടി വരും. പക്ഷെ പോകുമ്പം നമുക്കിതൊരു അത്ര ഇതായിട്ട് പ്രശ്നമായിട്ട് തോന്നുന്നില്ല. നോർമലാണ്. വലിയ റോഡാണ്, വീതിയുള്ള റോഡാണ്. അപ്പം അങ്ങനെ വലിയ ലാർജ് കേർവ്സ്, ഭയങ്കര സ്റ്റീപ്പ് ടേർണിങ്സ് ഒന്നുമില്ല. അപ്പം പ്രശ്നമൊന്നുമില്ല. വലിയ കാട്ടല്ല, റോഡ് ചെറുതല്ല, ഓടിക്കാൻ നല്ല വീതിയുള്ള റോഡാ. പണ്ട് ചെറുതായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പൊ നല്ല വീതിയുള്ള റോഡാ. നമ്മൾക്കൊരു ടേണിങ്ങിൽ തന്നെ നന്നായിട്ട് സ്പേസ് ഉണ്ട് വണ്ടിയിൽ നിന്ന് തിരിക്കാനൊക്കെ. പക്ഷെ ഇവര് ഏതാണ്ട് പണി ചെയ്തോണ്ടിരിക്കുക റോഡില് അല്ലേ? ഇവിടെ റോഡിന്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിപ്പുണ്ട്. അവര് ഓടയും പിന്നെ കോൺക്രീറ്റിങ്ങും ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അവര് കുറെ അറ്റകുറ്റ പണികളൊക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം വണ്ടികളുണ്ട്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് ഇവിടെ. നമ്മളപ്പം ഫൈനലി NH64 മെർജ് ആവാൻ പോവുക. അതായത് ഈ NH64 എന്ന് പറയുന്നത് നമ്മുടെ മാംഗ്ലൂരിൽ നിന്നും ഗോവ വരെ കിടക്കുന്ന ഹൈവേ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ ഗോവ ഹൈവേ. അപ്പോൾ നമ്മൾ ഫൈനലി ഈ NH52 വിട്ടിട്ട് NH66 കയറുക.
ഇവിടം വരെ ഉള്ളൂ നമുക്കൊരു ഘാട്ട് റോഡോ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഹൈവേ റോഡ്. ഇനിയും വരുന്നത് നമുക്ക് മൊത്തം നാഷണൽ ഹൈവേ ആണ്. അപ്പം നമുക്ക് നല്ലോണം സ്പീഡ് പിടിച്ച് പോകാൻ പറ്റുന്ന റോഡുകളാണ്. ഇവിടുന്ന് നമ്മൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗോവ പണജി, ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാംഗ്ലൂർ കുംട്ട. നമുക്കിനി എത്ര കിലോമീറ്റർ? നമുക്കിനി 53 കിലോമീറ്റേഴ്സ് നമ്മൾ ഗോവ എത്തും. 4 മണിയാണ് കാണിക്കുന്നത്. നമ്മളപ്പം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് ടണലിലേക്കോട്ട് വരിക. ഗോവയിലേക്കോട്ട് കയറുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഈ ഒരു ടണലാണ്. നമ്മുടെ പാലക്കാട് തൃശ്ശൂരോ വരുന്ന വഴിക്ക് ഇത് ചെറിയ ടണല. ഞങ്ങളപ്പം അങ്ങനെ ഫൈനലി ഗോവ എത്തി. ഗോവ 2024 എൻഡും 2025 സ്റ്റാർട്ടിങ്ങും ഗോവയിൽ നിന്ന്. നമ്മളപ്പം ഒഫീഷ്യലി ഗോവ കയറി. അപ്പം നമ്മളിപ്പം നേരെ പോകുന്നത് നമ്മുടെ ഹോട്ടലിലേക്കാട്ടോ. നമ്മുടെ ഹോട്ടൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു Airbnb ടൈപ്പ് തന്നെയാണ് കേട്ടോ. അതിൻ്റെയൊക്കെ റൂം ടൂറൊക്കെ നിങ്ങളെ കാണിച്ചു തരാം പതുക്കെ. പക്ഷേ അതിനകത്ത് നമുക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട്. അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യാം. അപ്പം വീഡിയോ എൻഡ് വരെ കാണാൻ മറക്കരുത്. അറിയാൻ വെച്ചൊരു ലെങ്തി വീഡിയോ ആയിപ്പോയി, പക്ഷേ റൂട്ടൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ഞങ്ങളപ്പം അങ്ങനെ നമ്മുടെ റൂമിലെത്തി. കറക്റ്റ് 4 മണിയായപ്പം 3:55 ആയപ്പം നമ്മൾ ഗോവ നമ്മുടെ പാലലും ഈ രാജ്ബാഗ് റെസിഡൻസിലെത്തി. ടോട്ടലി നമുക്ക് നോക്കുകയാണെങ്കിൽ എത്ര ഒരു 10.5 hours എന്ന് വേണമെങ്കിൽ പറയാം. 6 മണിക്ക് വിട്ടു. നമ്മൾ റഫ്ലി ഒരു 10 hours നമ്മൾ 10.5 hours 5:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും പെട്രോൾ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് അലഞ്ഞ് 6 മണിക്കാ ഒഫീഷ്യലി ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ റൂട്ട് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ടിപ്സും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ ഗോവ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പം സൗത്ത് ഗോവയിലെ പുതിയ വീഡിയോകളും വിശേഷങ്ങളായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.